result of 0.46 divided by 15.734. ഇതിന്റെ റിസൾട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ 0.46നെ 15.734 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 0.029236 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്, റിസൾട്ടിനകത്തൊക്കെ എഴുതാറുള്ളത് ഇതാണ്. പക്ഷേ ഇങ്ങനെയല്ല സയന്റിഫിക് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗർ അനുസരിച്ച് വേണം നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഡിജിറ്റിനകത്ത് രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതിനകത്ത് രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതിനകത്ത് 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത നമ്പറുകളുള്ള സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള നമ്പറുകൾ തമ്മിലാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ അതിനകത്ത് ഏതിനകത്താണോ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത് അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളതായിരിക്കണം റിസൾട്ട്. അല്ലെങ്കിൽ റിസൾട്ടിനകത്തും ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണാവൂ. അപ്പോൾ ഇതിനകത്ത് രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ റിസൾട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള ഡിജിറ്റ് ആയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള ഡിജിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ 0 നോക്കണം. 0 എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പോൾ ഈ 0 സിഗ്നിഫിക്കന്റ് അല്ല. അപ്പോൾ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ വേണമെന്നുണ്ടെങ്കിൽ 2ഉം എടുക്കണം 9ഉം എടുക്കണം. അപ്പോൾ 0.029 എടുക്കുമ്പോൾ റിമൂവ് ചെയ്യേണ്ടത് ആരാണ്? 2 ആണ് റിമൂവ് ചെയ്യേണ്ടത്. 2 5നേക്കാട്ടിൽ കുറവായതുകൊണ്ട് 9 അതുപോലെ എഴുതിയാൽ മതിയാകും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0.029 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.